കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് എന്തോ ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടു. ഒട്ടും സഹിക്കാൻ പറ്റൂല. ഇത്രയും മണിക്കൂർ ഇരുന്ന് കമലഹാസനെ കാണാൻ വന്നിട്ട് ആസനം തേഞ്ഞ അവസ്ഥയാണ്. അത്രത്തോളം പ്രതീക്ഷിച്ച ഒരു ഇത് വന്നിട്ടില്ല നമ്മുടെ സിനിമയിൽ. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് സ്ഥിരം ഒരു ഗാങ്സ്റ്റർ പടം എങ്ങനെ പോകും ആ ലെവലിലാണ് പോയത്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ക്ലീഷേ ടൈപ്പായി. എൻഡിങ് മാത്രം സാറ്റിസ്ഫൈഡ് ആണ്. അയ്യോ, ഒട്ടും സഹിക്കാൻ പറ്റൂല. ഇത്രയും മണിക്കൂർ ഇരുന്ന് കമലഹാസനെ കാണാൻ വന്നിട്ട് ആസനം തേഞ്ഞ അവസ്ഥയാണ്. 3 ലെജൻസ്, അതായത് മണിരത്നവും കമലഹാസനും റഹ്മാനും വലിയ ഭയങ്കര ഡെഡ്ലി കോംബോ സാധനം പടം. അപ്പൊ അതിനൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. എക്സ്പെക്ടേഷൻ വിട്ടോട്ടെ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു പടത്തിന് വേണ്ടി. ഇപ്പൊ മണിരത്നത്തിന്റെ പടമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, തീരെ കൊള്ളത്തില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര പാളിയിരിക്കുന്നു, ഭയങ്കര ദുരന്ത സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. പാസൊക്കെ മെഴുകിയൊക്കെയാണ്, ഒരു രക്ഷയില്ല. കമലഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം കണ്ടിരുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര കത്തി. 3 ലെജൻസിനെ കാണാൻ വന്നിട്ട് മൂഞ്ചിയ അവസ്ഥ. പോസിറ്റീവായിട്ട് കുറച്ച് പറയാനുള്ള സിനിമാറ്റോഗ്രാഫി നൈസാണ്, കുറെ DAG നൈസായിട്ടുണ്ട്, കുറെ കളർ ഗ്രേഡിങ് നൈസായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഏരിയൽ ഷോട്ട്സ് കുറെ അതൊക്കെ കുറെ ടെക്നിക്കൽ വൈസ് നൈസാണ്. അതുപോലെ BGM പല പോർഷൻസിലും ചിലടത്ത് ഷൂട്ട് ആവുന്നില്ലെങ്കിലും ചില പോർഷൻസിൽ അത് ഒരു നൈസായിട്ടുണ്ട്. മ്യൂസിക് പാട്ടുകൾ കുഴപ്പമില്ല. പക്ഷെ ബാക്കി പടം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും മണിരത്നം പടം എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ നല്ല ലോ ലെവല്. 10ൽ ഒരു റേറ്റിംഗ് മാത്രം കൊടുക്കാം, തീരെ പോരാ. കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് എന്തോ ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടു. കഥയും തിരക്കഥയൊന്നും ഇല്ല ഇതിന്. അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ സ്ക്രിപ്റ്റും കഥയും ഒന്നും പോരാ. എന്തൊക്കെയോ പണി വെച്ചിരുന്നു. പടത്തിന് BGM കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടത്തിനൊരു എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ, ഒരു കഥയോ തിരക്കഥയോ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. മണിരത്നം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറാണ്. അയാളുടെ അടുത്ത് നിന്നും നമ്മളൊന്നും ഇതൊന്നല്ല പ്രതീക്ഷിക്കുന്നത്. ഇത് വെറും എന്താ പറയാ, വെറും വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഹൈപ്പൊക്കെ കൊടുത്ത് വന്നതാണ്. ജോജു ജോർജിനൊക്കെ കൊണ്ടുവന്ന് ജോർജിനൊക്കെ പൊക്കി അടിക്കുമ്പോഴേ കാണും. ആകെ 4-5 സീനിലാണ് ജോജു ജോർജ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ജോർജിനൊക്കെ വെച്ച് ചെയ്യിച്ചിട്ട് കുറെ വിട്ടും എന്തെന്നാണ് അവരുടെ തന്നെ ഒന്ന് പറയാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നേ, അതായത് കുറെ നല്ല ക്യൂട്ട് മൊമെന്റ്സ്, മണിരത്നത്തിന്റെ റൊമാൻറ്റിക് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ലാഗായിരുന്നു. ഒരു ഗാങ്സ്റ്റർ വാറാണ്, പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഭയങ്കര വെട്ടുകുത്ത് കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര അതെന്താ വെച്ചാൽ നമുക്ക് തോന്നില്ല ഇത്രയും വലിച്ചു നീട്ടണം. എക്സ്പെക്ടഡ് ക്ലൈമാക്സ് ആണ് ആ സംഭവം. പക്ഷെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ കുറേ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു ഫൈറ്റും സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് ഒരു ഇതില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈങ്. അല്ല, അതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ പുള്ളിയുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ടല്ലോ, കുറെ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ കണ്ടല്ലോ, തൃഷയുടെ കൂടെ ഉള്ളതാണെങ്കിലും കമലഹാസന് ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സെക്കൻഡ് ഹാഫിൽ ഈ എന്താ പറയാ റിവെഞ്ച് എടുക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ആ ഒരു മണിരത്നത്തിന്റെ ഒരു യൂഷ്വലി ഒരു ലാഗ് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ലാഗ്. അത് ഇങ്ങനെ വലിച്ചു നീട്ടി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒരു ഇതില്ല. പക്ഷെ നല്ല സ്റ്റോറിയാണെന്ന് വെച്ചാൽ ആവറേജ് സ്റ്റോറിയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് ഒരു ഇമ്പാക്ട്, പുള്ളിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുള്ളിക്കൊണ്ട് എന്താ പറയാ ഒക്കാത്ത സാധനം എടുക്കുന്ന പോലെ ഒരു പുള്ളിയെ കൊണ്ട് കണ്ടടിക്കുന്ന ആ ഒരു. പിന്നെ അതിനകത്ത് AI കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നാലും വർക്കൗട്ട് ആയിട്ട് മ്യൂസിക് കുഴപ്പമില്ല.